Hello, welcome back to our channel. Today we shall discuss the questions of the poem Mending Wall. But before that, I shall give some tips regarding our improvement exam. Kindly be very attentive. ഇന്ന് നമുക്ക് നമ്മുടെ മെൻഡിങ് വാൾ എന്ന് പറയുന്ന പദ്യത്തിൻ്റെ റോബർട്ട് ഫ്രസ്റ്റിൻ്റെ പദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഒക്കെ ഡേറ്റ് പബ്ലിഷ് ചെയ്തല്ലോ, അതിനാവശ്യമുള്ള ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. അത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക തന്നെ വേണം. ഒട്ടും ഉദാസീനതയില്ലാതെ വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ നിങ്ങൾ അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ കുറച്ച് ഗ്രാമർ ക്ലാസ്സുകളും, അതായത് മറ്റേ വെർബ് സബ്ജക്റ്റ് അഗ്രിമെൻറ്റ് ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എൻ്റെ ചാനലിലൊന്ന് സെർച്ച് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ച് അത് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ കുറേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇമെയിൽ, ലെറ്റർ ടു ദി എഡിറ്റർ, അതുപോലെ തന്നെ ഡിബേറ്റ് പാറ്റേൺ എന്നിവയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. പിന്നെ ഞാൻ എടുത്ത ഈ 4 ചാപ്റ്ററുകൾ, അതായത് ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന പദ്യം വരെ നിങ്ങൾ നന്നായി റെഫർ ചെയ്യുക. ഇനിയും ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമുള്ള ചില ക്ലാസ്സുകൾ ഞാൻ ഇട്ട് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാനിരിക്കുന്നു. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ പറയുന്നതനുസരിച്ച് അത് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ദൈവം അനുഗ്രഹിച്ച് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ ഇമ്പ്രൂവ്മെൻറ്റിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ വളരെ അതിനുവേണ്ടി അലർട്ടായിട്ട് കുറച്ചൊരു കോഷ്യസ് ആയിട്ട് ഒരുങ്ങി ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. മെൻഡിങ് വാൾ റോബർട്ട് ഫ്രസ്റ്റിൻ്റെ ആ പദ്യം മുഴുവൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഇതിനു മുൻപുള്ള 2 എപ്പിസോഡുകൾ മെൻഡിങ് വാളിനെ കുറിച്ച് തന്നെയായിരുന്നു. അതൊന്ന് റീകളക്ട് ചെയ്ത് റിവൈൻഡ് ചെയ്ത് നോക്കി പഠിച്ചെടുക്കുക. ഇന്ന് ഇവിടെ ഭയങ്കര ചൂടുള്ളത് കൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞിരിക്കാം. അത് നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ചോദ്യോത്തരത്തിലേക്ക് വരാം. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളിൽ എഴുതി റെഗുലറായിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. ദയവ് ചെയ്ത് അത് കരമ്പോടെ നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. First question, why does the poet say that there is something that does not love a wall? എന്നാണ് ചോദ്യം. അതായത് എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത്? എന്തോ ഒരു സാധനത്തിന്, ഈ മതിലിന് തീരെ ഇഷ്ടമില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം പറയുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാനത് മാക്സിമം ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ? എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറയുന്നത്? എന്തോ ശക്തിക്ക് മതിലിനെ ഇഷ്ടമില്ല എന്ന് നമുക്ക് പദ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി. കവി അങ്ങനെ പറയാൻ കാരണം കൃത്യം സ്പ്രിംഗ് സീസൺ ആകുന്ന സമയത്ത്, വസന്തകാലം ആവുന്ന സമയത്ത് ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് നമുക്ക് കവിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു അദൃശ്യ ശക്തിയുണ്ട് ഈ മതിൽ തട്ടിയിടാനും പൊട്ടിക്കാനുമായിട്ട്. അപ്പോൾ അങ്ങനെ കവി കാണുന്നത് കൊണ്ടാണ് അവിടെ എന്തോ ഒരു ശക്തിയുണ്ട്, അവിടെ മതിൽ പൊടിഞ്ഞു കിടക്കാനായിട്ട് ഇടയാക്കുന്ന എന്തോ ശക്തി ഉണ്ടെന്ന് കവി പറയാനായിട്ട് കാരണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ? മെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പണിയുക എന്നാണ്. ഹൗ ഡസ് ദ പോയറ്റ് ആൻഡ് ദ നെയ്ബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ എന്നാണ് ചോദ്യം. എങ്ങനെയാണ് അവർ ഈ മതിൽ വീണ് കിടക്കുന്ന മതിൽ പണിയണമെന്നാണ്. അപ്പോൾ ആ വീണ് കിടക്കുന്ന മതിൽ അവർ പണിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ മതിലിൻ്റെ 2 സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കല്ലുകൾ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചിട്ടാണ്
അവർ മതിൽ പണിയുന്നത്. ഒരു ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് കവി ഇതിന് മറ്റൊരു ഭാഗത്ത് അവസാന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അതിനെ നർമ്മം കലർത്തിയ രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. അവരപ്പുറത്തിപ്പുറത്ത് നിന്ന് ആ ലൈൻ അല്ലെങ്കിൽ മതിലിൻ്റെ അപ്പുറത്തിപ്പുറത്ത് നിന്ന് കല്ലുകളിൽ എടുത്തെടുത്ത് പറക്കി വെച്ച് അവരപ്പുറത്തേക്ക് ഇപ്പുറത്തും ഒപ്പം നടന്നു പോവാണ്. ഇപ്പുറത്തുള്ള കല്ല് ഒരാളെടുത്ത് വയ്ക്കണം, അപ്പുറത്തുള്ള കല്ല് ഒരാളെടുത്ത് വയ്ക്കണം. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ ഈ ക്ലാസ് വീണ്ടും ഞാനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് വരെ ഞാൻ മലയാളത്തിൽ നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണത് പണിത് വയ്ക്കുന്നത്. ഹൗ ഡസ് നെയ്ബർ ജസ്റ്റിഫൈ ദ നീഡ് ഫോർ വാൾസ്? നെയ്ബറിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിരത്താനില്ല. ആ സമയം ഓദറിന് ഒരുപാട് കാരണങ്ങൾ നിരത്താനുണ്ട് അദ്ദേഹത്തിൻ്റെ വാദത്തെ അനുകൂലിക്കാനായിട്ട്. ഓദറിന്, അതായത് കവിക്ക് ഒരുപാട് വാദങ്ങൾ നിരത്താനുണ്ട്. അതായത് എൻ്റെ കയ്യിൽ പശുക്കളില്ല, നമുക്ക് രണ്ടുപേർക്കും പശുക്കളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഈ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങൾ കഴിക്കാനായിട്ട് ഇവിടെ രണ്ടുപേരുടെ കയ്യിലും പശുക്കളില്ല. ഓദറിന് പ്രത്യേകിച്ച് ന്യായങ്ങളൊന്നും പറയാനില്ല. ഓദർ പറയുന്നത് തൻ്റെ പിതാവ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് മാത്രമേ നമ്മുടെ നെയ്ബറിന് പറയാനുള്ളൂ. ഓദറിന് ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡസ് ദ നെയ്ബർ ജസ്റ്റിഫൈ ദ നീഡ് ഫോർ വാൾസ്? നെയ്ബർ ജസ്റ്റിഫൈസ് ദ നീഡ് ഫോർ വാൾ by saying that his father has told that good fences make good neighbors. തൻ്റെ പിതാവ് പറഞ്ഞ ആ ഒരു വാദം മാത്രമേ നെയ്ബറിന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്, മതിലിൻ്റെ ആവശ്യകതയെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഉള്ളൂ. അത് നമുക്ക് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. വൈ ഡസ് ദ പോയറ്റ് കൺസിഡർ സ്പ്രിംഗ് മിസ്ചീവിയസ്? സ്പ്രിംഗ് എന്ന് പറയുന്ന വസന്തകാലമാണ്. എന്തുകൊണ്ടാണ് കവി ഈ സ്പ്രിങ്ങിനെ ഒരു മിസ്ചീവിയസ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ വികൃതി നിറഞ്ഞതായി കണക്കാക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സ്പ്രിംഗ് കാലഘട്ടത്തിലാണ് കവി ഇവിടെ എത്തുമ്പോൾ ഈ ഇതൊക്കെ പൊടിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. മറ്റ് പ്രീവിയസ് ആയിട്ടുള്ള വിൻ്ററും ഓട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം കവി അവിടെ എത്തുമ്പോഴാണ് ഈ സ്പ്രിംഗ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് ഇതൊക്കെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് കവിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ്ങിനെ ഒരു മിസ്റ്റീരിയസ് നേച്ചർ ഉണ്ടായിരിക്കാം എന്നുള്ള സൂചനയും കവിയോട് നൽകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം സ്പ്രിങ്ങിന് മിസ്റ്റീരിയസ് നേച്ചർ ഉണ്ട് എന്ന് കവി പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പ്രിംഗ് സീസണിലാണ് കവിയുടെ മനസ്സിലൊരു ചിന്ത വരുന്നത്. എന്ത് ചിന്തയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെയ്ബറിൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് കൊടുക്കാൻ, അതായത് ഈ മതിലിവിടെ ആവശ്യമുണ്ടോ, നമ്മൾ തമ്മിൽ ഈ അകൽച്ചയുടെ ആവശ്യമുണ്ടോ എന്ന ചിന്ത അയൽപ്പക്കാരൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ കവിയുടെ മനസ്സിൽ ചിന്ത വരുന്നത് സ്പ്രിംഗ് സീസണിലാണ്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. എങ്കിലും അത് നമ്മുടെ ആൻസർ ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ വർത്തുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പ്രസൻറ്റഡ് ഇൻ ദ പോയം? കോൺട്രാസ്റ്റ് ചെയ്യുന്ന വ്യൂസ് എന്തൊക്കെയാണ്, അതായത് പരസ്പരം വിരുദ്ധമായി നിൽക്കുന്ന വ്യൂസ് എന്തൊക്കെയാണെന്നാണ് പദ്യത്തിൽ പറയുന്നത്. രണ്ട് വ്യൂസാണ് ഉള്ളത്. ഒന്ന് നെയ്ബറുടെ വ്യൂവും ഒന്ന് ഓദറിൻ്റെ വ്യൂവും. നെയ്ബറുടെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിൽ നിർബന്ധമായും വേണം, തൻ്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് തനിക്ക് മതിൽ നിർബന്ധമായിട്ട് വേണം, അങ്ങനെ നല്ല മതിലുകൾ ഉണ്ടെങ്കിൽ നല്ല അയൽപ്പക്ക സൗഹൃദം ഉണ്ടാകും എന്ന വാദമാണ് നെയ്ബറിന് പറയാനുള്ളത്. അതൊരു വ്യൂ. പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഓദർ, കവിയുടെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അകൽച്ചയുടെ മതിൽ വേണോ, നമ്മുടെ ഫലവൃക്ഷാദികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഫലങ്ങൾ കഴിക്കില്ലല്ലോ, പിന്നെ നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും പശുക്കളില്ല, പിന്നെ എന്തിനാണ് ഈ ഒരു അകൽച്ചയുടെ മതിലൂടെ ആവശ്യം എന്ന ചോദ്യമാണ് കവിക്ക് ഉള്ളത്. അപ്പോൾ രണ്ടുപേരുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ കോൺട്രഡിക്റ്റിംഗ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഇലാബറേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഇലാബറേറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് വിവരിക്കാൻ, ആ പ്രോവർബ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വിവരിക്കാനാണ് പറഞ്ഞത്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നമുക്ക് അനുകൂലിക്കുകയും ചെയ്യാം, നമുക്ക് പ്രതികൂലിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ അനുകൂലിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെയ്ബറാണ്. ഇപ്പോൾ നമ്മൾ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ എഴുതാം. കാരണം ഗുഡ് ഫെൻസസ് ക്രിയേറ്റ്സ് എ സേഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നെയ്ബേഴ്സ് സോ ദാറ്റ് ദർ ആർ കമ്പാരിറ്റീവ്ലി വെരി ബെറ്റർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ നെയ്ബേഴ്സ്. രണ്ട് അയൽപ്പക്കാർ തമ്മിൽ ഒരു സേഫായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഉണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലിക്കാം. പ്രതികൂലിക്കാൻ മറ്റൊരു തരത്തിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെൻസസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഇൻട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നതനുസരിച്ച് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിനും ഒരു മതിലാണ് വരുന്നത്, ഒരു ഇടർച്ചയാണ് അവിടെ വരുന്നതെന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഇലാബറേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് അങ്ങനെ ഇലാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പദ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈം ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ 6 എണ്ണം ഇവിടെ എഴുതിയിട്ടുള്ളത്.
ഞാനൊന്നിവിടെ നീങ്ങി നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാനിവിടെ നീങ്ങി നിൽക്കുന്ന സമയം നിങ്ങളതൊന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് I shall translate the whole thing into English. Here I have written down the questions for the poem Mending Wall by Robert Frost. It is a very important poem, and the most important questions I have discussed in this particular on this particular board. So let us move on to the questions first. Why does the poet says that there is something that does not love a god? Why does the poet says that there is something that does not love a god? So the question is question is pinpointing towards why does the poet say that there is something that does not love a god? Because he finds that in the spring season the wall is destroyed by some kind of external force, and it cannot be detected. Once he is there in spring season, he discovers that there is some other force that is putting this wall down, but he does not know what is that. He makes some suggestions like the cold frozen earth that might be putting the wall down, or it may be some factors like hunters, the dogs the hunting dogs, or it may be rabbits. So he cannot put in some kind of relevant conclusions. He finally says that some kind of elves or fairies that are behind the destruction of this wall. So since he is finding the wall destroyed during every spring, he is stating that there is something that does not like the wall. So we can write that answer in that way. Now so that is a simple thing. You can put in some 3 to 4 lines, so that the answer can be presented in a very good way. Now let us move on to the next question. How does the poet and his neighbor mend the gaps in the wall? How does the poet and the neighbor mends the gap in the wall? That is the question. You can say that actually it is written in the poem that both the poet as well as the neighbor comes close to the wall, and they are positioned in such a way that they are on either side of the wall, and they start taking the bricks or the boulders, and they just replaces it back onto that particular line of the wall with great deal of patience and precision. While they do that, the other feels that they are actually engaged in a kind of an outdoor game in which there is only one person against, or one person as an opponent. Usually outdoor games like cricket or football does have about 11 players, but in this case he is just telling that there is only one player who is standing against. In indoor games like chess and other, they have only single player as an opponent, but in this case he says that this is a kind of outdoor game in which there is only one player who is standing against. So actually he does not mention about cricket or football or chess or anything like that, but it is clearly relevant from that particular word that he is playing an outdoor game with a single opponent. So that is clear, I think. So they do mend the wall by standing on either side of the wall and just placing that bricks or boulders that have fallen off. So that is okay. Now let's move on to the next question. How does the neighbor justify the need for walls? How does the neighbor justify? He just puts in some justify means he just makes it convincing that how that the wall is required. But actually the neighbor does not have much points to justify that the wall is very much required. He just have just a single statement that it states that his father has said to him that good fences make good neighbors. That's the only thing. That statement only he has to put in to make it convincing. But that statement itself has some kind of deep relevance to it, because the statement suggests that the safe distance between the neighbors actually enhances the bond or relationship between them. Now, while on the other hand,
the author has, the poet has several convincing points to state that there is no required, the wall is not required between them. So the question is concerning the neighbor. So the answer can be said in a very can be written in a very simple way. And he states about his father, who has said about who has said that proverb or the word or that saying that good fences make good neighbors. So that's okay. You can develop it in your own language. Take care that you present your own ideas in a very clear way. It's good that you take in your own way of arranging those words to present your thoughts in a very good way. It's okay that you take in you borrow words from teachers or some other people like your friends. So that it's okay that you borrow words from them too, because it is through interactions and it is through listening that language keeps on getting developing. Actually, we have LSRW, which is very much important in language acquisition, that is listening, speaking, reading and writing. These things are very much important. So if you listen to a better answer and from your friends, or if you can develop better answers from yourself, it's good that you put in that into the papers. It's good that you take these words from the classes too. That is also good. You can do it in either way. Once you get the acquisition level to a higher degree, you will be able to stand on your own leg or on your own legs, or you can actually present very good answers in a very flowery way. So now let's move on to the next question. Why does a poet consider spring mischievous? Mischievous means something which is very naughty. Here the poet considers spring very mischievous because of two reasons. First reason is that he feels that it is during the spring that he finds the wall being cracked and broken. And the second thing is that it is during the spring that it is the particular thought is there in his mind to tell to his neighbor regarding the wall. He wants to put in the notion into his neighbor's mind that actually why do we need this wall? That is happening during the spring season. So there are two actual reasons. It is getting complicated while you present the second point, so it's better that you stick on to the first point. Now let's move on to the next question. What are the contrasting views presented in the poem? There are two contrasting views presented in the poem. One is stating, the neighbor is stating that actually wall is required for maintaining a healthy, friendly relationship between the neighbors. But the author, the poet himself, feels that actually the wall is not at all necessary for a healthy relationship between the neighbors, and he is emphasizing the point that he does not have cows, or neither the neighbor nor himself does not have any cows, so that it keeps on moving to the either side to eat the fruits of the trees. So he is emphasizing that point, and he is also telling that his apple trees will never step onto the neighbor's land and thus take off the pine cones. So he is emphasizing those 2 points, and he is trying to convince the neighbor that there is no actual need for that particular wall. But the neighbor keeps on persisting his view, that is, his father has told him that good fences make good neighbors. So he is having that notion. Both notions have equal relevance. I feel that it's presented in such a way that both notions are the two sides of a single coin. Now let's move on to the next question. Good fences make good neighbors. Elaborate. That is a catch-all, most important line in that particular poem. It's actually the prime line of that particular poem. So it is very much important. So you can say that good fences make good neighbors is a statement that is told by the neighbor regarding fences. Told by the neighbor. Actually, these words are told by the father of the neighbor, and the neighbor continuously persists on this particular idea that actually these good fences are most required for maintaining a healthy bond between the two neighbors. So he is persisting that. So it has its own relevance and can be elaborated that it has its value and it has its statement,
though there is a second point of view by the poet himself that there is no actual need of a wall to maintain healthy bond between the neighbors. So this can be elaborated and suggested and can be stated in your own words in a very good way. So the thing is that in order to get 3 to 4 marks, you have to put in a content that is having its own relevance according to the context. So now let us move on to one of those most important things, that since there is the announcement regarding say and improvement examinations, I hope my dear students are all drilling or working hard on the books. I don't ask you to drill into the book, but it's good that you keep your books always close to you so that you never move away from the thought that there is an improvement or a say examination that is lurking nearby. So it's good that you keep on investing your time on books. But I have to tell one thing, that it's better that you keep in a timetable to improve your method of study. I have put in several classes regarding the second year portions. So it's good that the second year students who are writing the say examination, it's good that they keep on learning those 5 chapters and the grammar classes which I have put in. First year students, kindly I shall put the first year classes and it will take time for me to put in first year classes, but you have to do one thing, that you have to learn what I have taught in the grammar classes, like the subject verb agreement, debate pattern, the email, letter to editor, and such pattern questions which I have taught. I am going to put in some more such pattern questions. So kindly be very alert and follow the classes continuously in a consistent manner. ഒരു കാര്യം കൂടിയും ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറയാം. ഫസ്റ്റ് ഇയർ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്ന സമയത്ത്, സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചു തന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസും, അതായത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെ ക്ലാസ്സുകൾ, നൗണിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മറ്റേ ഇമെയിലിൻ്റെയും ലെറ്റർ ടു എഡിറ്ററിൻ്റെയും, അതുപോലെ അത്തരം ക്ലാസ്സുകൾ പ്രത്യേകം റിവൈൻഡ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് സേവ് എഴുതുന്ന കുട്ടികൾ ഞാൻ പഠിപ്പിച്ച് തന്ന എടുത്ത ഈ ചാപ്റ്ററുകളൊക്കെ പഠിക്കുക. ഇപ്പോൾ ഈ പദ്യം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിരുത്തി അത് അറ്റൻഡ് ചെയ്താൽ തന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതാൻ കഴിയും. അതുപോലെ തന്നെ ആ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റും അതുപോലെ തന്നെ നൗണും, അതൊക്കെ വളരെ സമയമെടുത്ത് പഠിച്ച്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ലെറ്റർ ടു എഡിറ്റർ, ഇമെയിൽ, ഡിബേറ്റ് പാറ്റേൺ തുടങ്ങിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തുടർന്നും അത്തരം പാറ്റേൺ ക്വസ്റ്റ്യനുകൾ ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇടണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നതായിരിക്കും. ആ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം എന്ന് ഞാൻ ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയുന്നു. ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ ഇനി വഴിയെ എടുത്തു തുടങ്ങും. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് കുറവായതുകൊണ്ട് ആ പാറ്റേൺ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൻ്റെയും പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഇമെയിൽ, ലെറ്റർ ടു എഡിറ്റർ, ഫോർമൽ ലെറ്ററിൻ്റെയൊക്കെ ഡിബേറ്റ് പാറ്റേൺ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ പഠിക്കുക. ഇനി ഞാൻ അത്തരം പാറ്റേൺ ക്വസ്റ്റ്യൻസിന് ക്ലാസ്സിൽ ഇട്ട് തരാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഇനി വീണ്ടും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ ഈ കാലഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന കാലഘട്ടങ്ങളിലാണ് എന്ന് ഓർത്ത് ആരും പുറത്തിറങ്ങാതെ പുസ്തകമായിട്ട് ഇരിക്കുക. ഇട്ട് തരുന്ന ക്ലാസ്സുകൾ യൂട്യൂബിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിനുവേണ്ടി വളരെ ക്ഷമയോടുകൂടി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. പുറത്തിറങ്ങാതിരിക്കുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ കൈകൾ വൃത്തിയായി 20 സെക്കൻഡിലധികം സമയമെടുത്ത് സോപ്പും ജലവും ഉപയോഗിച്ച് കഴുകുക. പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ വളരെ അത്യന്താപേക്ഷിതമായ ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനങ്ങൾ അത്യാവശ്യം വാങ്ങുന്ന പറഞ്ഞാൽ സാനിറ്റൈസർ ഒരു ചെറിയ കുപ്പിയിൽ കൈ പിടിച്ച് പോക്കറ്റിൽ വയ്ക്കുക. എന്നിട്ട് ആ സ്ഥലത്ത് എത്തുമ്പോൾ കൈ ഒന്ന് നന്നായി തേച്ച് കഴുകുക, സാനിറ്റൈസർ വയ്ക്കുക. എന്നിട്ട് സാധനങ്ങൾ വാങ്ങി അതെടുത്ത് വെച്ച് വീട്ടിൽ എത്തുന്നതോടുകൂടി സാധനം വാങ്ങുന്നതോടുകൂടി വീണ്ടും രണ്ടാമത് കഴുകി വയ്ക്കുന്നത്, സാനിറ്റൈസർ ഉപയോഗിച്ച് തുടയ്ക്കുന്നത് നല്ലതാണ്. വീട്ടിലെത്തി കഴിഞ്ഞാൽ കൈ വീണ്ടും കഴുകി വൃത്തിയായിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. പിന്നെ ആ ഷർട്ടും ഡ്രസ്സൊക്കെ ഒന്ന് സോപ്പിൽ കഴുകിയെടുക്കുക. സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുത്താൽ പിന്നെ നമുക്ക് കുറേ കൂടി സേഫ് ആയിരിക്കും. കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.